ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ 3 രാജ്യങ്ങളിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്തോനേഷ്യയിൽ അതിഗംഭീരവും രാജകീയവുമായ വരവേൽപ്പ് ലഭിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയോന്റോ നേരിട്ട് വിമാനത്താവളത്തിലെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. വ്യോമാതിർത്തിയിലെ സുരക്ഷ. പ്രധാനമന്ത്രിയുടെ വിമാനം ഇന്തോനേഷ്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ F-16 സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ ആകാശ അകമ്പടിയോടെ വിമാനത്താവളം വരെ ഒപ്പമുണ്ടായിരുന്നു. രാജ്യത്തലവന്മാർക്കും അതിവിശിഷ്ട വിദേശ പ്രതിനിധികൾക്കും മാത്രം നൽകുന്ന അത്യപൂർവ ബഹുമതിയാണിത്. ജക്കാർത്തയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ കുതിരപ്പടയാളികളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹത്തെ ആനയിച്ചത്. ഇന്തോനേഷ്യൻ സായുധ സേനയുടെ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണറും പരമ്പരാഗത സാംസ്കാരിക നൃത്ത പ്രകടനങ്ങളും ചടങ്ങിന് മാറ്റുകൂട്ടി. സ്വീകരണ ചടങ്ങിൽ പ്രസിഡന്റിനൊപ്പം 4 ഇന്തോനേഷ്യൻ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. സുരക്ഷ, പ്രതിരോധം, വ്യാപാരം, സമുദ്ര സുരക്ഷ, സാങ്കേതിക വിദ്യ, ഇൻഡോ പസഫിക് മേഖലയിലെ സഹകരണം എന്നിവ ശക്തിപ്പെടുത്താനാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നിർണായകമായ ബ്രഹ്മോസ് മിസൈൽ കരാർ ഈ കൂടിക്കാഴ്ചയിലെ പ്രധാന അജണ്ടയാണ്. സന്ദർശന വേളയിൽ ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രഭാനൻ ഹൈന്ദവ ക്ഷേത്ര സമുച്ചയവും രാമായണ നിഴൽക്കൂത്ത് പ്രകടനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ജക്കാർത്തയിലെ ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം സംവദിച്ചു. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിനും ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കുമായുള്ള മഹാസാഗർ തന്ത്രങ്ങൾക്കും ഈ സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം, സമുദ്ര സുരക്ഷ, സാങ്കേതിക വിദ്യ, സാമ്പത്തിക ബന്ധം എന്നിവയും ചർച്ചയാകും. ഇന്ത്യ ഇന്തോനേഷ്യ വ്യാപാരം നിലവിൽ $28.15 ബില്യൺ എത്തിയിട്ടുണ്ട്. ലോകത്തിലെ നിക്കൽ ശേഖരത്തിന്റെ ഏകദേശം 21% ഇന്തോനേഷ്യയിലായതിനാൽ നിർണായക ധാതുക്കളുടെ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതും ചർച്ചകളിൽ പ്രധാന വിഷയമാകും. ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ മെൽബണിൽ നടക്കുന്ന 3ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ന്യൂ ഏജിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബീനിസുമായി അദ്ദേഹം ചർച്ച നടത്തും. പ്രതിരോധം, തന്ത്രപ്രധാന ധാതുക്കൾ, സൈബർ സുരക്ഷ, ഹരിത ഊർജ്ജം, സപ്ലൈ ചെയിൻ സുരക്ഷ എന്നിവയാണ് പ്രധാന അജണ്ടകൾ. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായികൾ പങ്കെടുക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിൽ അദ്ദേഹം സംസാരിക്കും. ഓസ്ട്രേലിയൻ ഗവർണർ ജനറൽ സാം മോസ്റ്റിനെയും അദ്ദേഹം കാണും. ന്യൂസിലൻഡ് സന്ദർശനം ജൂലൈ 10-11 ദിവസങ്ങളിലാണ്. നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. തന്ത്രപ്രധാന കരാറുകൾ. ഓക്ലൻഡിൽ വെച്ച് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അടുത്തിടെ ഒപ്പുവെച്ച ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതിയും ഇതിൽ വിലയിരുത്തും. ഈ കരാർ വഴി ഇന്ത്യൻ കയറ്റുമതിയുടെ നികുതി ഒഴിവാക്കുകയും അടുത്ത 15 വർഷത്തിനുള്ളിൽ $20 ബില്യൺ നിക്ഷേപം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രമുഖ ബിസിനസ് കായിക രംഗത്തെ പ്രമുഖരുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ പര്യടനത്തിന്റെ അവസാന ഘട്ടം തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 40 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത്. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സ് ഈ സന്ദർശനത്തെ ചരിത്രപരമെന്നാണ് വിശേഷിപ്പിച്ചത്. അടുത്തിടെ ഒപ്പുവെച്ച ന്യൂസിലൻഡ് ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിന് തൊട്ടു പിന്നാലെയാണ് മോദിയുടെ ഈ സന്ദർശനം. ഇത് ന്യൂസിലൻഡിലേക്കുള്ള 95% ഇന്ത്യയുടെ കയറ്റുമതിയുടെയും താരിഫ് ഇല്ലാതാക്കുമെന്നതിനൊപ്പം കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഡയറി ടെക്നോളജി, വിദ്യാഭ്യാസം, നിക്ഷേപം എന്നിവയിൽ വലിയ അവസരങ്ങൾ രാജ്യത്തിന് തുറന്നു കിട്ടും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ വിപണിയെ മാത്രം ആശ്രയിക്കാതെ ഇൻഡോ പസഫിക്കിലുടനീളം സാമ്പത്തിക പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കാനുള്ള മറ്റൊരു മാർഗമാണിത്. മുൻകാലങ്ങളിൽ ദക്ഷിണ പസഫിക് മേഖലയുമായി ഇന്ത്യക്ക് പരിമിതമായ ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ സന്ദർശനം ഈ മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമാക്കാൻ ഏറെ സാധിക്കും. ചുരുക്കത്തിൽ ഈ 3 രാജ്യങ്ങളിലേക്കുള്ള തുടരെയുള്ള പര്യടനം ഇൻഡോ പസഫിക് തന്ത്രം എത്രത്തോളം പക്വതയാർന്നതാണ് എന്ന് തെളിയിക്കുന്നു. സമുദ്ര സുരക്ഷ, ഉപസുരക്ഷ, വ്യാപാരം, സാങ്കേതിക വിദ്യ, സാംസ്കാരിക നയതന്ത്രം എന്നിവയെല്ലാം കോർത്തിണക്കിയാണ് ഇവ നടപ്പാക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ ക്രിസ്റ്റഫർ ലക്സൺ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ന്യൂസിലൻഡ് ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചിരുന്നു. ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചർച്ചകളും മോദിയുടെ സന്ദർശന വേളയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.